കണ്ടതും കേട്ടതും ഇന്നത്തെ വിഷയം മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കൗൺസിൽ അംഗങ്ങളും കോട്ടയം ദേവലോകത്ത് സമരമിരുന്നു എന്നുള്ളതാണ്. അതിൽ കണ്ടതും കേട്ടതുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവരുടെ സമരത്തിൽ ദേവലോകം കിടുങ്ങി വിറച്ചു. മുദ്രാവാക്യം വിളിയുടെ പ്രകമ്പനം അവിടുത്തെ ഓരോ മണൽത്തരികളും ഞെട്ടിത്തെറിച്ചു. ദേവലോകത്തിന് ചുറ്റുമുള്ള ആളുകൾ എന്താണെന്നറിയാൻ ദേവലോകം വളഞ്ഞു. പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാനൊക്കാത്ത വിധം ജനസമുദ്രമായിരുന്നു. ഒരു ഘട്ടത്തിൽ ജലപീരങ്കിയും ആകാശത്തേക്ക് വെടി വരെ വെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് കേട്ടത്. അത് കേട്ടതാണ്, ഞാൻ കണ്ടതല്ല. മലങ്കര സഭയുടെ സിനഡ് നടക്കുകയാണ് ദേവലോകത്ത്. ചൊവ്വാഴ്ച തുടങ്ങി, ശനിയാഴ്ച അവസാനിക്കും. ഈ സിനഡിൽ തീരുമാനമെടുക്കാനാണ് കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന സമരം ഇന്നത്തേക്ക് നീട്ടിവെച്ചത്. രാവിലെ തന്നെ ദേവലോകത്തെത്തിയ തിരുവനന്തപുരത്തെ നേതാക്കന്മാർ അവിടെ സമരം ആരംഭിച്ചു. തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ഭരണഘടനാ ലംഘനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ തിരുമേനിയെ സിനഡ് തിരിച്ചു വിളിക്കണം. അതാണ് അവരുടെ ആവശ്യം. അവര് വലിയ ബാനറും ഒക്കെ പിടിച്ചാണ്, നെഞ്ചത്ത് എഴുതി ഒട്ടിച്ച് വലിയ ബാനറും ഒക്കെ പിടിച്ചാണ് സമരം ഇരുന്നത്. സമരം ഇരിക്കുകയല്ല, അവിടെ ബാനറൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു. ഈ ഭരണഘടനാ ലംഘനം എന്താണെന്ന് ഇവർ പറയുന്നില്ല. ഞാൻ കേട്ടത് ഭദ്രാസന പൊതുയോഗം കഴിഞ്ഞ വർഷത്തെ കണക്ക് പാസ്സാക്കിയില്ല. അതിന് ഉത്തരവാദി ആരാണ്? ഭദ്രാസന മെത്രാപ്പൊലീത്തയാണോ? ഭദ്രാസന സെക്രട്ടറിയും കൗൺസിലുമല്ലേ? ഭദ്രാസന ഓഫീസിൽ കണക്കെട്ടാൻ ഒരാളുണ്ട്. അയാൾ എഴുതുന്ന കണക്ക് സെക്രട്ടറി പരിശോധിച്ച ശേഷം ഇന്റേണൽ ഓഡിറ്റർ പരിശോധിക്കും. അതിനുശേഷം ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് മേടിക്കും. അത് പൊതുയോഗത്തിൽ വെച്ച് പാസ്സാക്കണം. ഇതല്ലേ പ്രോസസ്സ്? ഇതിലെവിടെയാണ് മെത്രാപ്പൊലീത്തയുടെ ഉത്തരവാദിത്വവും ഇവർ പറയുന്ന ഭരണഘടനാ ലംഘനവും? ഇതിന്റെ പരിപൂർണ ഉത്തരവാദി ഭദ്രാസന സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് കണക്കും റിപ്പോർട്ടും അവതരിപ്പിക്കേണ്ടത്, അല്ലാതെ തിരുമേനിയല്ല. എന്റെ കേട്ടറിവിൽ ഈ ഭദ്രാസനത്തിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനേക്കാളും എത്രയോ ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഭദ്രാസനങ്ങൾ മലങ്കര സഭയിലുണ്ട്. ഒരു ഭദ്രാസനത്തിലെ ഒരു തിരുമേനിമാരും പ്രശ്നക്കാരല്ല. അവരൊന്നും പ്രശ്നമുണ്ടാക്കി ഭദ്രാസനത്തെ തകർക്കുമല്ല, ഭദ്രാസനം വളർത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇന്ന് മലങ്കര സഭയിൽ തിരുവനന്തപുരം ഒഴിച്ച് മറ്റേത് ഭദ്രാസനത്തിലെ വൈദികരോട് ചോദിച്ചാലും അല്ലെങ്കിൽ വിശ്വാസികളോട് ചോദിച്ചാലും ഗബ്രിയേൽ തിരുമേനിയെ കുറിച്ച് നല്ലതേ പറയും. ഞാനത് നേരിട്ട് കേട്ടിട്ടുണ്ട്. കാരണം ഇത്രയും വൈദികരെ കരുതുന്ന, വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന ഒരു തിരുമേനി ക്രൈസ്തവ സഭകളിൽ കാണില്ല. ഏതൊരാളും ഒരു വ്യസനം അല്ലെങ്കിൽ ഒരു സങ്കടം തിരുമേനിയോട് വന്ന് പറഞ്ഞാൽ തിരുമേനി അത് കേൾക്കും, പരിഹാരമുണ്ടാക്കും. എത്രയോ വിശ്വാസികളുടെ മക്കളെ പഠിപ്പിക്കുന്നു, എത്രയോ പേർക്ക് ചികിത്സാ സഹായം നൽകുന്നു, വിധവമാർക്ക് പെൻഷൻ നൽകുന്നു, ബെസ്കിയാമ്മമാർക്ക് അലവൻസ് കൊടുക്കുന്നു, ജോലിയില്ലാത്തവർക്കാണ് വീട് വെച്ചു കൊടുക്കുന്നു, വിവാഹ ധനസഹായം നൽകുന്നു. അച്ഛന്മാർക്ക് സ്ഥലമാറ്റം നൽകുന്നത് അത് അവരുടെ ആവശ്യങ്ങളും പശ്ചാത്തലവും അറിഞ്ഞു തന്നെയാണ്. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പള്ളി തന്നെ കൊടുക്കും. ഒരു വൈദികൻ വിരമിച്ചാൽ ആനുകൂല്യം ഉൾപ്പെടെ 10 ലക്ഷം രൂപ കിട്ടും. വേറെ ഏത് ഭദ്രാസനത്തിൽ കിട്ടും? വൈദികരുടെ ക്ഷേമത്തിനുള്ള ഫണ്ടിൽ നിന്ന് തന്നെയാണ് അത് ലഭിക്കുന്നത്. ഇതൊക്കെ തിരുമേനിയുടെ മാത്രം കരുതലാണ്. പിന്നെ തിരുമേനിയോട് വേലത്തരം കൊണ്ട് ചെന്നാൽ അംഗീകരിക്കില്ല. സ്വാർത്ഥ താല്പര്യം തിരുമേനിയോട് നടക്കില്ല. തിരുമേനിയിൽ നിന്നും ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയവരാണ് തിരുമേനിയെ വഴി പറഞ്ഞ് നടക്കുന്നത്. തിരുമേനിക്കെതിരെ ഈ ബാറ്റർ പിടിച്ച് നടന്നവര് തന്നെ തിരുമേനിയിൽ നിന്നും ആനുകൂല്യം പറ്റിയവരാണ്. തിരുമേനിയുടെ ഭരണപാഠവും അറിയണമെങ്കിൽ സഭയുടെ സ്കൂളുകളിൽ നിന്ന് തിരക്കിയാൽ മതി. കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ മാനേജരാണ് ഇപ്പോൾ തിരുമേനി. ചുമതല ഏറ്റെടുത്ത നാളെ മുതൽ സ്കൂളുകൾ സന്ദർശിക്കുകയും വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും വിദ്യാർത്ഥികളുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിച്ചതുമൊക്കെ ആർക്കും തിരക്കിയാൽ മനസ്സിലാകും. പഴയതുപോലല്ല ഇന്നത്തെ സ്കൂള്. ഇന്ന് സ്കൂളുകളൊക്കെ ഒരു പ്രൈവറ്റ് സ്കൂളുകളുടെ, അതായത് ഒരു CBSE സ്കൂളുകളെക്കാളും നല്ല നിലവാരത്തിലാണ് ഇന്ന് മലങ്കര സഭയുടെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. കെട്ടിടം പണി, അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികള്, അധ്യാപകരെ മാറ്റുന്നത്, പുതിയ നിയമനം, ഇങ്ങനെ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും തിരുമേനിയുടെ ഒരു കൈവപ്പുണ്ട്. ഇനി ഞാനൊരു വീഡിയോ കാണിക്കാം. എനിക്ക് അറിയാൻ മേല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നതെന്നും ഓരോ ഭദ്രാസനത്തിലും എങ്ങനെയൊക്കെയാണ് നടത്തുന്നതെന്നും എനിക്ക് അറിയാം. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവർ ദിവ്യന്മാരാണെന്നും തിരഞ്ഞെടുക്കപ്പെടാൻ തോറ്റവരെല്ലാം പാമരന്മാരാണെന്നും ഒരു ചിന്ത
മനസ്സിൽ ഉണ്ടാവരുത്. കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതായ സമയത്ത് എന്തെല്ലാം പ്രലോഭനങ്ങളും എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കും അറിവ് കിട്ടിയിട്ടുള്ളതാണ്. കണ്ടല്ലോ, കള്ളും പണവും ഒക്കെ കൊടുത്താണ് ഇവരെല്ലാം മാനേജിംഗ് കമ്മിറ്റിയിലേക്കും ഭദ്രാസന കൗൺസിലിലേക്കും ഒക്കെ വിജയിച്ചത്. അത് കാതോലിക്ക ബാവയ്ക്ക് വരെ തെളിവ് കിട്ടി. അതാണ് ബാവ പറഞ്ഞതിന്റെ പൊരുൾ. ഇതൊരു മാനേജിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞതാണ്. ആ എഴുന്നേറ്റ് നിൽക്കുന്ന വൈദികൻ ഈ സമരത്തിലുണ്ട്, സമര നേതാവാണ്. അദ്ദേഹം ഇവിടുത്തെ തിരുവനന്തപുരത്ത് നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്, ജോൺ വർഗീസ്, ഫാദർ ജോൺ വർഗീസ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഒരു അഡ്മിഷൻ തട്ടിപ്പില്. ആ അഡ്മിഷൻ തട്ടിപ്പിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞ് പൈസ വാങ്ങിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന നാലാഞ്ചിറ പള്ളിയിലെ ഇടവകക്കാർ തന്നെ പരാതി കാതോലിക്ക ബാവയ്ക്കും ഭദ്രാസന മെത്രാപ്പോലീത്തേക്കും കൊടുത്തു ഈ കഴിഞ്ഞ ആഴ്ച. അങ്ങനെ നടക്കുന്ന വൈദികനാണ് ഇന്ന് സമരം ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗ്രിഗോറിയസ് തിരുമേനിയെ തെരുവിലിട്ട് പിച്ച് ചെയ്താൽ ഇവിടുത്തെ വിശ്വാസികൾ അനുവദിക്കില്ല. എന്റെ ഒരു നോട്ടത്തിൽ അങ്ങനെയാണ്, എന്റെ ഒരു വിശ്വാസവും അങ്ങനെയാണ്. ഭദ്രാസനത്തിലെ വിശ്വാസികൾ ഒന്നടങ്കം തിരുമേനിയുടെ കൂടെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സമരത്തിനെ കുറിച്ചുള്ള ഗ്രൂപ്പുകളിലെ ചർച്ചകൾ മാത്രം കണ്ടാൽ മതി. ഓരോ ഗ്രൂപ്പുകളിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത്. ഇന്ന് സമരം ഇരിക്കാൻ പോയവരെ അവരുടെ ജാതകം വരെയാണ് ഓരോ ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യുന്നത്. ഗ്രിഗോറിയസ് തിരുമേനി ശക്തനാണ്, അതിശക്തമായ പിന്തുണയാണ് ഭദ്രാസനത്തിലെ വിശ്വാസികൾ നൽകുന്നത്. നിങ്ങളിൽ ചിലർക്ക് തിരുമേനിയെ വേണ്ട എങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോവുക, അതേ എനിക്ക് പറയാനുള്ളൂ. തിരുമേനിയെ വേണ്ടുന്നവർ ആ സ്ഥാനങ്ങളിൽ വന്നോളും. ഭദ്രാസനം നല്ല രീതിയിൽ മാതൃകാപരമായി പോയിക്കോളും, ഒരു സംശയമില്ല. അഭിപ്രായ വ്യത്യാസമുള്ളവർ മാറി നിൽക്കും. നിങ്ങൾ 10 പേർ കുരച്ചാൽ പടി തുറക്കില്ല. നിങ്ങൾ 10 പേരല്ല ഭദ്രാസനത്തിലുള്ളത്, യോഗ്യതയുള്ള അനേകം പേരുണ്ട്. അവരൊന്നും പ്രത്യക്ഷത്തിൽ ഇറങ്ങുന്നതന്നെ ഉള്ളൂ. ഇനി ഒന്നുകൂടെ പറയാം, നിങ്ങൾ സ്ഥാനം രാജിവെച്ച് വീണ്ടും മത്സരിച്ച് ജയിച്ചു വരാമോ? ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കും. അങ്ങനെ വന്നാൽ നിങ്ങൾ പറയുന്നിടത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കാം. ചുണയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കുക. അടുത്തൊരു വിഷയമായി നാളെ വീണ്ടും കാണാം.